ഓ മൈ ഗോഡിന് ഇത് 500ാമത് എപ്പിസോഡാണ്. വർഷങ്ങൾ നീണ്ട പ്രാങ്കിന്റെ വിജയകരമായ പ്രയാണത്തിന് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് 38 വയസ്സുകാരിയെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ പ്രാങ്കിൽ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ നോക്കുന്നത്. എന്ത് ചെയ്യാനാണത്? ഞാൻ പറയുന്നത് ഇത് നീ ഇപ്പൊ നിന്റെ അമ്മ വരൂലേ, നമുക്ക് നിന്റെ അമ്മയെ പറഞ്ഞു ഒന്ന് മതിയാക്കാം, സമാധാനിപ്പിക്കാം. നീ ഇവിടെ എനക്കെങ്ങനെ നീ പോണ്ടല്ലോ, നിനക്ക് അവരുടെ പേടിയില്ല. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇത്രയും വിഷമിച്ച് അവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അത് ഇവിടെ ഒരു ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടില്ല. ഒരു അമ്മയോട് ഇത് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനെന്നാണ്? നീ എന്താ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അർജുന, നിന്റെ എനിക്കൊന്നും അറിയത്തില്ല. നിനക്കൊന്നും അറിയത്തില്ല, ഇതറിയായിരുന്നല്ലോ. നീ മനസ്സിലാക്കി, നീ ഒന്ന് വ്യക്തോട്ട് അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ. ഞാൻ അങ്ങനെ എങ്ങനെ ചതിക്കോണ്ടെന്നെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? എന്റെ സിറ്റുവേഷൻ നോക്ക്, ഈ മനുഷ്യനെ ഇതാക്കിയാണ് ഞാൻ വന്നത്. ഇപ്പൊ ആ മനുഷ്യൻ പറയുന്നത് അമ്മ, ആന്റി വാ, ആന്റി വാ, ഇരിക്ക് ആന്റി, ഇരിക്ക്, ഇരിക്ക് ആന്റി, ഇരിക്ക്. ഒന്നുമില്ല ആന്റി ഇരിക്ക്. ആന്റി കാരണം എന്ന് വെച്ചാല് ആന്റി ഇരുന്ന് സംസാരിക്കാം. അല്ല ഞാൻ പറയട്ടെ, നിനക്ക് എത്ര വയസ്സുണ്ടോ? ആന്റി ആന്റി അല്ല, നിക്ക് പതിക്കെ ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കും. ഞാൻ പറയുന്നത് ദൈവം ചെയ്ത് കേൾക്കൂ. കേട്ടിട്ട് ചെയ്തു എന്നുള്ളത് ആന്റിക്ക് കേൾക്കട്ടെ. ഞാനിപ്പോ ഇവിടെ വാടകയ്ക്ക് വന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ പഠിക്കുകയാണ്. അപ്പം ഇവന്റെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, കൊട്ടാരക്കരയില് റേഡിയോളജി പഠിച്ചിട്ടുണ്ട്. ഞാൻ അവന്റെ ഫ്രണ്ടാണ്. ഈ ചേട്ടന്റെ കല്യാണത്തിന് ഇവൻ പോയി. വിഷ്ണു ചേട്ടൻ എന്നാണ് ചേട്ടന്റെ പേര്. എന്റെ കല്യാണത്തിന് ഇവനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പോയി. അപ്പം ചേച്ചിയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. സുനിത ചേച്ചിയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആ കല്യാണത്തിന് ചേട്ടന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. അമ്മയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ആ സമയത്ത് നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോ അർജുന് ആ ചേച്ചി ഏറ്റെടുക്കേണ്ടി വന്നു. ഈ ചേച്ചി ഏറ്റെടുക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. അർജുൻ എനിക്ക് പറ്റത്തില്ല. എത്ര വയസ്സുണ്ട്? 38. ഇവന് എത്ര വയസ്സുണ്ടെന്ന് അറിയുന്നു? അതാണ് 21. ഇവന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി. നമുക്ക് സമാധാനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്റെ ഒരു കൂട്ടുകാരിയൊന്നും കാര്യമല്ല, ഇനി പറ്റുന്ന കാര്യമല്ല. അടിക്കല എനിക്ക് എത്ര വയസ്സുണ്ടാ? എനിക്ക് എത്ര വയസ്സുണ്ടാ? 44 വയസ്സ്. പിന്നെ 38 വയസ്സ് ഈ കൊച്ചിന്. 38 2 എത്ര? 40. എത്ര വയസ്സുണ്ട്? നാണക്കേടാണ്. ഇയാളൊന്ന് ചിന്തിച്ചു നോക്കും. വയസ്സൊക്കെ ഇപ്പൊ വലിയ കാര്യമൊന്നും വയസ്സ് കാര്യമുണ്ട്. എനിക്ക് പറ്റത്തില്ല. മനസ്സിലാക്കാൻ കാര്യം എന്തോ? നീ എന്തിനാ ഏറ്റെടുത്ത്? ഇത് സംഭവം ഞാൻ പറഞ്ഞത്, ഞങ്ങള് ഫേസ്ബുക്കിൽ ഫ്രണ്ടായതാണ്. അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ ഇവള് പെട്ടെന്ന് ഇന്നലെ ഇറങ്ങി വന്നു വൈകിട്ട്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കല്ലേ ഒരു അമ്മ ചെയ്യേണ്ടത്. ഇങ്ങനെ അടിക്കത്തില്ല. എടാ, നിങ്ങൾ നോക്കട, നിങ്ങൾ അമ്മയും മോനെയും പോലാന്നല്ലോടെ. അമ്മ എനിക്ക് 44 വയസ്സേ ഉള്ളൂ. 6 വയസ്സിന്റെ വ്യത്യാസം. അത് പറ്റത്തില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നേ. പറ്റത്തില്ല. എപ്പോഴാ കല്യാണം കഴിച്ചേ? ഇന്ന് രാവിലെ. ആരുമായിട്ട് കല്യാണം കഴിച്ചു? ആരോട് ആലോചിച്ചിട്ട്? ഇയാടെ അമ്മയും അച്ഛനും എന്തി? നാണമുണ്ടോ പെങ്കൊച്ച നിനക്ക്? നിനക്ക് നാണമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കണ്ട് സത്യം പറഞ്ഞ് നിങ്ങൾ അമ്മയും ഭാര്യയും ഭർത്താവോ? നിങ്ങൾ വേറെന്തോ അടിക്കല. അവിടെ നിക്ക് ആന്റി പറയുന്ന കേക്ക്.
പെൺകുട്ടി തീർക്കാൻ നിനക്ക് തരും പോ. നമ്മൾ അവൻ എന്നെ സഹായിക്കും. ക്ഷമിക്കണ്ട, എനിക്ക് ക്ഷമിക്കേണ്ട കാര്യമില്ല. കൊച്ചിനെ എന്ത് ചെയ്യാ? അപ്പൊ അവൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ആന്റി പറയുന്നത് കേൾക്കാം. അവൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആന്റിയാണോ ഞാൻ? അവക്ക് പോവാൻ പറ്റുള്ളേ. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. അടിക്കില്ലേ വിടാ. നീ എന്നെ മനസ്സിലാക്കണ്ട, നീ എന്നെ മനസ്സിലാക്കിയോടാ. അതാ അവന്റെ സിറ്റുവേഷൻ കൊണ്ടല്ലേ. ഇവനെ അപ്പൊ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആന്റി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലാക്കവനെ. ആന്റി ആന്റി ഒന്ന് സമാധാനത്തിൽ ഇരിക്കേ. മോശമാണ്, അകത്തിരിക്കും. പ്രായത്തിനൊത്തോരണത്തിനെ കൊണ്ടുവന്നിരുന്ന ഞാൻ സ്വയമേ ഞാൻ മനസ്സാ ഞാൻ അതിനെ കഴിഞ്ഞിട്ട് സ്വീകരിച്ചേനെ. പട്ടി അവൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ അവൻ അടിക്കരുത്. എന്തിനാ ഇയാളെ സഹായിച്ചത്? അവൻ എന്നോട് ജോലിക്ക് വന്ന് നമ്മൾ രണ്ടുപേരും ഫേസ്ബുക്കിൽ ഫോട്ടോടാ. ഈ കൊച്ചിനാണെങ്കിൽ ഞാൻ പിന്നെ ഇതാക്കിയ ഞാൻ ഇവളോട് ഇങ്ങനെ പരിചയത്തിലായിരുന്നു. നിങ്ങൾ കാര്യം കേൾക്കണം, നിങ്ങൾ എടുത്തു ചാടാതെ. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് ഇന്ന് ആര് താരയായിട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് ഭയങ്കര പ്രശ്നമായി. അച്ഛനും അമ്മയും കൂടെ എന്നെ വെട്ട ഓട്ടിച്ച്. അങ്ങനെ കൊണ്ട് ഞങ്ങൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ആത്മഹത്യ വന്ന് നിന്നപ്പോഴാണ് എവള് വന്ന് വിളിച്ച് എവനും ഉണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അവൻ പറഞ്ഞു, അണ്ണ ഇങ്ങനെ ചെയ്യേണ്ട, ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ എന്ത് തങ്കപ്പെട്ട അവൻ ഒരാളെ സഹായിച്ചു. എനിക്കതറിയേണ്ട കാര്യമില്ലടേ. ഞാനൊരു അമ്മയാ. ഒരു വീട് വെച്ചെന്റെ കടമുണ്ട്. ഇല്ലെങ്കിൽ നീ ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് മരുമകളായിട്ടുണ്ടാക്കാൻ വേണ്ട. എന്റെ അടുത്ത് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യണം. നീ പോയി ചാടോ. നിനക്ക് നാണമുണ്ടോ? അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ അവർക്ക് വീട്ടിൽ പറ്റാൻ അവന്റെ തലയിലാണോ കെട്ടി വെക്കേണ്ടത്? അവൻ പറഞ്ഞ് സന്തോഷത്തോടെ കൊച്ചു പയ്യനല്ലേ അവൻ? അടിക്കരുത്. അവൻ അടിക്കുന്നത് അവൻ എന്നെ സഹായിക്കും. ഇവനെ എത്ര വയസ്സുണ്ടെന്നറിയാമോ? 21 വയസ്സ്. 21 വയസ്സേ ഉള്ളൂ. അത്രയുണ്ടോ? 21 വയസ്സ് അത്ര ഉണ്ടാന്നാ? മുട്ടത്തോടെ ഉണ്ടെന്നോ? തോളിന്ന് പോയിട്ടില്ല. മുട്ടത്തോടെ നീ എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും നീ തൂങ്ങിച്ചത്തോലും വിഷം കഴിച്ചോളൂ. ഈ ഒരു തീയെ ഞാൻ വീട്ടിൽ കയറി. നിന്റെ അമ്മയവൻ പ്രായമുള്ളവളാണ്. നിങ്ങൾ അത്യാവശ്യം അവൻ ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടല്ല. അവൻ ജോലിക്ക് ഞാൻ കൂടുതലൊന്നും പറയട്ടെ. തലയെ കെട്ടി ഇങ്ങോട്ട് ഇറങ്ങും. എനിക്കറിയേണ്ട കാര്യമില്ല. നിനക്ക് നാണം ഉണ്ടോടി? നിനക്ക് ഉണ്ടോ? ക്ഷമിക്കാൻ എന്നെ സഹായിച്ചില്ലേ? ഇയാളെ സഹായിച്ച അങ്ങനെ സഹായിച്ചോണ്ടാക്കേണ്ട കാര്യമില്ല. ഇയാളെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ തമ്മിൽ എന്റെ ചെറുക്കനെ വഴിയാതെ അതൊന്നുമില്ല. അവന് 13 ഇല്ലില്ല. ഞാൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്. നിന്റെ അമ്മയാണോടി? ഞാൻ നിന്റെ അമ്മയാവാൻ മാമിയല്ല ഒരില്ല. ആന്റി വീട്ടിൽ ഞാൻ പറയുന്നു, അവനെ മര്യാദക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോവാൻ നോക്കി. ഇവരെ കൊണ്ടുപോകണ്ട. പക്ഷെ അവന്റെ അടുത്ത് ഇന്ന് സംസാരിക്കും. ഇവിടെ കഴിക്കാൻ അടിച്ചു മാറ്റണം. നിന്നെ ഞാൻ വീട്ടിൽ സ്വീകരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറ്റത്തില്ല. മാമി ഞാൻ ഏത് രൂപത്തിലും ഞാൻ മാമിയായത്. അനിയനോ ചേട്ടനോ ആയിട്ട് നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാൻ വോയിസ് ഇല്ല ഇവിടെ. നീ എന്താ വരെ പഠിച്ചാടി? ഞാൻ ഡിഗ്രി വരെ. നിനക്ക് അത്രയും ഇത് ഉള്ള ആളായിട്ടാണോ നീ കൊച്ചു ചേർക്കാൻ നീ കയറി ഉണ്ടാക്കാൻ വന്നേ? എടി മുതുക്കി പഠിച്ചല്ലേ? ഞാനും നീ കൂടെ നിന്നെക്കാളും പ്രായം കുറവ് തോന്നിക്കും എനിക്ക്. അറിയാമോ? നിന്റെ ഈ പുട്ടിയേ ഉള്ളൂ. ഈ അണ്ണന്റെ ഭാര്യ. അപ്പം പിന്നെ നിങ്ങള് പിന്നെ കെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഒന്ന് അവിടെ ഇരിക്കൂ.
ഒന്ന് ഇരിക്കോ അവന്റെ അടുത്ത് ഇരിക്കട്ടെ. നിങ്ങളെ ഞാൻ കണ്ടേക്കെന്ന് വെച്ചാൽ എന്റെ ഒരു ഇപ്പം ഞാൻ പറയണേ എന്റെ ഒരു അമ്മാവന്റെ സ്ഥാനമാണ്. ഞാൻ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറ്റത്തില്ല ഇവളെ ഞാൻ കൊണ്ടുപോയി അത് ആര് പറഞ്ഞു സൗകര്യം ഇരിക്കേ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള സാവകാശം എനിക്കിതാ. ഇത് ഇവിടെ ഒന്ന് ഇരിക്കാവോ? പൊന്നു സൗകര്യം ഇവിടെ ഒന്ന് ഇരിക്കാവോ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരാ ക്ഷേത്രത്തിൽ അവൻ്റെ എവളെയും കൂടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നറിയാവോ? 15-20 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് ഓടിപ്പടുത്ത ഞാൻ എങ്ങനെ വന്നെന്ന് അറിയാമോ? സംഭവം അറിയാമോ? ഓ ഇവര് തമ്മിലാണ്. നീ ആരാ? ഞാൻ അർജുന്റെ ഫ്രണ്ട്. എന്റെ അടുത്ത് അത്രേ ഉള്ളൂ. ഇനി നോക്ക്, ഇനി വേണ്ട ഇങ്ങോട്ട് അർജുന്റെ ഫ്രണ്ടാ? ഏത് അർജുന്റെ ഫ്രണ്ട്? അർജുൻ ആരാ? പൊന്നു മോനെ. ഹലോ, അവനോട് ചൂടാവുന്ന വേണ്ട ഞങ്ങള്. എന്താടാ അവന്റെ ചൂടാവുന്ന വേണ്ട. അടുത്ത് നീ ആരാ? ഇവനാരാ? അല്ലെങ്കിലോ ഞാൻ പറയാം, അതൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ടോ ഈ ഇരിക്കുന്ന വ്യക്തി മറ്റേ ആളുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. അല്ല, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം വെട്ടിക്കവലന്ന് കല്യാണം കഴിഞ്ഞു. നമ്മള് നാവായിക്കുളത്താ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നേ. ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ എന്താ കുറവ്? ഞാൻ 2 പിള്ളേരെ തള്ളക്ക് പോകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇസ്നോബീലിയ കയറി കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ട് ഞാൻ വരുന്നത്. ഈ സമയത്ത് ഈ കൊച്ചു പയ്യനുമായിട്ട് എന്താ എനിക്ക് മനസ്സിലാകും? നിങ്ങളൊക്കെ ആരാ? എനിക്ക് മനസ്സിലാകുന്നില്ല സൗരി. എൻ്റെ അവസ്ഥ സൗകര്യം മനസ്സിലാക്കാം. നിക്ക് 2 മക്കളാ. മൂത്ത ആളെന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കാം, ഇളയാള് +1 ആയി. ഇവക്ക് എന്തിന്റെ കേടായിരുന്നു? അതാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചെന്തോ ഏത് വാക്കെന്നറിയാം. അല്ല, അതിനപ്പുറം ഇനി വേറെ വാക്കില്ലല്ലോ. അച്ഛനെ കല്യാണം കഴിക്കുമോ ഈ പ്രായത്തിലെന്ന് ചോദിച്ചു. ഒരു മകളുടെ പ്രായം അല്ലെ, അവൻ ഒരു മകന്റെ പ്രായം 21 വയസ്സ്. അവക്ക് എത്ര വയസ്സാ? 39 വയസ്സെന്ന് പറഞ്ഞു. ഞാൻ 19ാമത്തെ വയസ്സിലാണ് ഞാൻ അമ്മയായി. 40 വയസ്സായി. 39 കള്ളം പറഞ്ഞത്. ഈ കൊച്ചു പയ്യൻ എങ്ങനെ ഇത് ഇങ്ങനെ ആയത്? സൗകര്യം വന്നു. നിന്റെ മാമന്റെ പ്രായം എനിക്ക്. നീ ഇതിപ്പോ എന്താ ചെയ്തത്? എന്താ സംഭവിച്ചത്? വസ്തു ഇഷ്ടമായിട്ട് പറയും. ഈ മാമനോട് പറയും. സത്യം നീ പറയണം. നീ സത്യമായിട്ട് പറയണം. നിന്റെ തലയെ കെട്ടി വെച്ചാണെങ്കിൽ നീ അത് വേണം. എന്താ നീ കെട്ടി? നീ ആ കൊച്ചോട്ട് ഇഷ്ടത്തിലായിരുന്നു. നിനക്ക് എന്ത് എവിടെ പരിചയമുണ്ടോ? എനിക്ക് നേരത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ഈ കൊച്ചിനോടോ? പിന്നെ നാണം ഉണ്ടോടാ പട്ടി? എനിക്ക് എത്ര വയസ്സുണ്ടാ? 44. നിനക്ക് എത്ര വയസ്സുണ്ട്? 38. ഞാൻ ചെകിടടിച്ച് നിനക്ക് ഒന്നും തരട്ടെ. നീ ഇറങ്ങിയില്ലടി. നിന്നെ ഒന്ന് വൃത്തിയായിട്ട് എന്താ വേണം പറഞ്ഞു. നിന്നെ എന്താ വേണമെങ്കിലും പറയാം. നീ ഈ കൊച്ചിനെ കല്യാണം കഴിക്കടാ. എനിക്ക് വിഷമമില്ല. ഇത് നിന്റെ ആരാ? കൂട്ടുകാരിയോ? വീട്ടിൽ വന്ന് നീ മോശം കാണിക്കാൻ വന്നോണ്ടല്ലോ ഉണ്ടല്ലോ. അവളെ ദേഹത്ത് തൊട്ടപ്പോ നിനക്കങ്ങ് കയറി കൊണ്ടല്ലടാ. നിന്നെ അതിനകത്ത് കയറ്റില്ല. കേട്ടി കഴിഞ്ഞാൽ നിന്നെ കൊല്ലൂടി. നിനക്ക് പട്ടി അവിടെ നിക്കടി. നീ അവിടെ നിക്ക്. എടി കൈതാത്തടി. നിനക്ക് അങ്ങനെ തടയാൻ യോഗ്യതയുണ്ടോടി? ഞാൻ ഈ മനുഷ്യനെ ഇതാക്കിയിട്ടല്ലേ ഈ മനുഷ്യനെ ഇതാക്കിയിട്ട് ഏത് മനുഷ്യനെ? നീ എവിടെ തന്നെടാ പ്രേമിച്ചത്? എന്നിട്ട് ഈ കൊച്ചു പയ്യന്റെ ഞാൻ പോലീസിന് കേസ് ഇല്ല സൗകര്യം നിക്ക്. നമുക്കില്ല. പറ്റത്തില്ല. നീ എന്താടാ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് അബദ്ധം പറ്റി. പിന്നെ ഈ സഹോദരനെ വിട്ട് അടുപ്പിക്കേണ്ട കേസം നിനക്ക് നീ ഈ കൊച്ചു പയ്യനോട് ഒരു ദ്രോഹം. വീട്ടിലെ നീ എന്താ പറഞ്ഞ? നീ എന്റെ വീട്ടിൽ സൗകര്യം എന്താ പറഞ്ഞു? പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നീ എന്റെ കൊച്ചു പ്രശ്നം നിന്റെ അനിയനെ കൊണ്ട് കെട്ടിക്കടാ. കെട്ടിക്ക്. നിന്റെ വീട്ടിൽ പ്രശ്നം നീ കെട്ടണേ വിളെ. നിന്നെ ഞാൻ കേട്ടതാ. അമ്മ പിടിച്ചു വെച്ച് പോണു. അമ്മ പിടിച്ചോണ്ട് പോയോ? ഓ, എവിടെ പിടിച്ചോണ്ട് പോയടാ നിന്റെ അമ്മ? കോവിലിന്റെ അവിടെ പ്രശ്നമായപ്പോ അമ്മ ഉണ്ട്. ആ പെറ്റ തലേ അവിടെ തൊലിപ്പോടില്ലോ. അവിടെ തൊലിപ്പ് അവളെ അടിക്കണ്ട. എന്താണ്? അല്ല, അവളെ അടിക്കണ്ട. അപ്പൊ യവന്റെ തലയെ കെട്ടി വെച്ചിട്ട് നിനക്ക് അങ്ങ് പറ്റത്തില്ല. അത് പറ്റുന്ന കാര്യമല്ല.
പറ്റുന്ന കാര്യമല്ല. നീ തന്നെ ഇവളെ കെട്ടണം. നിന്നെ കെട്ടിച്ചില്ല എന്നെ വീട്ടിൽ സമ്മതിക്കൂല. കെട്ടിയ താലി അടിയടാ. ഇല്ല പറ്റത്തില്ല. നിന്നെ ഞാൻ അടിക്കും. അയ്യടാ. അടിക്കണ കെട്ടിയ താലി അടിയടാ. അടിക്കണ എനിക്കെന്താ താലി അടിയടാ. ദാ, കണ്ടോ? താലിതാ തറയിലെങ്ങാണ്ടാ വീണ്. തറയിലെങ്ങാണ്ട് വീണ്. ഒരു താലിയില്ല. ഇല്ല താലിയുണ്ട്. താലിയില്ലേ? താലിയുണ്ട്. താലിയില്ല. അയ്യോ താലിയുണ്ടെന്ന്. ശരി. താണ്ട കിടക്കണ താലി. താലിയില്ല അത് പോലത്തെ അവന്റെ താലിയില്ല. ഇതാ, അവന്റെ കയ്യിൽ കൊടു. അവനെ കൊണ്ട് കെട്ടിക്കണം. നിന്നെ കൊണ്ട് കെട്ടിക്കും. എനിക്ക് പറ്റില്ല. ഞാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ പ്രശ്നം വന്നേ. ഞാൻ വീട്ടിൽ അച്ഛനും സമ്മതിക്കത്തില്ല. അമ്മയും അവനാണ് പ്രശ്നം. ഇയാളെ കൊണ്ട് കെട്ടി. നീ എന്റെ കൊച്ചിനെ നീ വഴിയാണ് നിന്റെ സാമാനം ഞാൻ പിടിച്ച് ഉടച്ചു വെക്കാം. ഞാൻ വേറെ കല്യാണം നീ ഉറപ്പിക്കും. നീ അപ്പൊ കല്യാണം ഉറപ്പിക്കണം. നീ പാവപ്പെട്ട ചെറുക്കണ്ട. ഓ ഈ വീട്ടിൽ നാട്ടുകാർ മൊത്തം കേൾക്കുള്ളൂ. ഞാൻ കെട്ടൂലാണ്. അണ്ണന്റെ മാസ്ക് ഒന്ന് ഊരിക്കേ. എന്താ അണ്ണന്റെ ഇതില് മാസ്ക് കാണിച്ചു. ഊരിക്കേ. അണ്ണന്റെ മാസ്ക് ഊരണ്ടാവും. നമ്മളെ ചേർന്ന് ഫോട്ടോ എടുക്കാനാണ്. അണ്ണന്റെ മാസ്ക് ഊര്. എനിക്ക് മാസ്ക് ഊരിയേ പറ്റൂ. ഞാന് പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ ഞാനിത് ചെയ്യും. നിന്നെ പറ്റത്തതും ഇല്ല. കൈ മാറ്റടാ. കൈ മാറ്റടാ. കൈ മാറ്റടാ. ഞാൻ ചെറുക്കനല്ല പറിക്കും. കൈ മാറ്റിക്കൊടു. കൈ മാറ്റടാ. കൈ മാറ്റിക്കൊടു. കൈ മാറ്റിക്കൊടു. അണ്ണൻ ഞാൻ ഇതൊക്കെയാണ്. നിങ്ങൾ അവിടെ ചവിട്ടുന്നത്. മതി ഇത് പെണ്ണിനെ ഇങ്ങനെ അടിക്കണേന്ന് എടി മോളെ നീ ഒരു പെണ്ണാണോ? അപ്പൊ നീ ഇപ്പൊ അവർക്ക് സപ്പോർട്ടായ മാതി അവളായിട്ട് ചുമ്മാ കുറെ ഉപദ്രവിക്കും. നീ കുറയുന്നത് നീ വിചാരിച്ചാ നീ ഞാൻ കണ്ടപ്പോ അല്ലെ ഞാനും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്തവളാണ്. എടി നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് വന്നേ. എടാ അർജുനെ വിളിച്ചു പറഞ്ഞോടാ. വാ, ഞാൻ പറയാം. അർജുനെ സൗകര്യം വന്നേ. ഇനി മേലെ എന്റെ ചെറുക്കൻ അണ്ണ പറയുന്നേ. എന്റെ ചെറുക്കനെ നീ എന്റെ ചെറുക്കനെ മതി. നീ എന്നെ ഇനി അമ്മേന്ന് വിളിക്കല്ലേ? നിനക്ക് അതിനുള്ള ചാൻസ് ഇല്ല. നീ എന്റെ മനസ്സിൽ ഞങ്ങളുടെ ഒരു ഇതില്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാം. നീ എന്തെല്ലാം എന്നെ പറയുമായിരുന്നു. എടാ നീ എന്നെ എന്തെല്ലാം പറയുമായിരുന്നു. തവണ ഇവിടെ പറ്റത്തില്ല. അമ്മ ഇങ്ങോട്ട് വന്നേന്നു. എനിക്ക് വേണ്ട. അല്ല അതല്ല അമ്മ ചുമ്മാ ഇത് പറ്റിക്കാൻ വേണ്ടി. അയ്യോ 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 അടിക്കല്ലേ പാമ്പുണ്ട്. നിങ്ങളെ ഞങ്ങള് വയറാക്കിയതല്ലേ? കമ്പോളായിരുന്നു. എല്ലാവർക്കും വള്ളിയാ. കൊച്ചിനെ എത്ര അറിയാച്ചു. ദൈവമേ അവന് മറ്റേ നരിക്ക് നല്ല അടി കൊണ്ട് എന്റെ അമ്മയെ പോലെ ചുമ്മാ നിങ്ങൾ അവന്മാർ നിങ്ങൾ സ്നേഹം കൊണ്ടുള്ള ഒരു പ്രായം. എന്നോട് പറഞ്ഞു അമ്മ കരഞ്ഞ അവന് വിഷമം ആദ്യമേ അത് അവന്മാർക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന അവന്മാർ നിങ്ങൾ ഇഷ്ടമാണ്. അതാത്തെ മനസ്സിൽ പാവത്തിനെ എന്റെ ചേച്ചി അടിച്ചിട്ട് എന്റെ കൊച്ചിനെ അവനെ അടിച്ചിട്ട് അവനെ എന്തോ അടിയടിച്ചേ. എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് വാളെടുക്കല്ലേ കേട്ടാ. വന്ന് കേറിയപ്പോഴേ കലിപ്പാണ്. കലിപ്പോടെ കലിപ്പ്. നീ വാ ഇത്രയും കിടന്ന് കാണിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന വാരിയിട്ടുള്ള അടിയായിരുന്നു കേട്ടാ. നമ്മുടെ വിനീതയ്ക്ക് ഈ ഭാഗമൊന്നും അനക്കാൻ വയ്യ.
ഞാൻ ആദ്യമേ അങ്ങ് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇവനിനി ഇങ്ങനെ ചെയ്തോ, അപ്പൊ ഇവനെ കൊല്ലാനുള്ളൊരു ഇതായിരുന്നു. ഒരുപാട് സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ് വിനീത. അടി കൊടുത്ത ആളിൻ്റെ തന്നെ വാങ്ങിക്കട്ടെ. കൂടാതെ മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം.